ഈയിടെ എൻ്റെ ഒരു സുഹൃത്ത് മറ്റൊരു മണ്ഡലത്തിൽ ഇങ്ങനെ പറഞ്ഞു, അയ്യോ അപ്പുറത്തെ സ്ഥാനാർത്ഥിയുടെ ആൾക്കൂട്ടം 2 കിലോമീറ്റർ റോട്ടിൽ മണൽ വീഴാനില്ലാത്ത സ്ഥലമില്ലാത്ത അത്രയും വലിയ ആൾക്കൂട്ടമാണ് അവര് ഇവിടെ കാണിച്ചത്. എന്താ പ്രശ്നം? നാട്ടിലെ ആൾക്കൂട്ടം ഉണ്ടായിട്ട് ഡൽഹിയിൽ ഒരു 100 പേരെങ്കിലും കൂട്ടാൻ പറ്റണ്ടേ? ഇവിടെ ആളെ കൂട്ടിട്ട് കാര്യമുണ്ടോ? ഡൽഹിയിൽ ഇവര് യാത്ര ചെയ്യുന്ന വണ്ടി കേടായ തള്ളാൻ ചിലപ്പോ കോൺഗ്രസ്സുകാരും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അഹംഭാവങ്ങളൊക്കെ എനിക്കുണ്ട്. ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചു? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? വേറെ ആളില്ല അവിടെ, തമാശയല്ല, അവിടെ ആരുമില്ല. അത് ഈ നാട്ടിരുന്ന് തള്ളുന്ന പോലെ അല്ല ഡൽഹിയില്. വലിയ പാടാ. ഇപ്പം കുറച്ച് വിടല് കൂടിയണല്ലേ അങ്ങനത്തെ ഒരു വർത്താനം. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറും? മാത്രമല്ല, ഞാൻ രാഹുൽ ഗാന്ധിയുടെ അറ്റൻഡൻസ് നോക്കി, അറ്റൻഡൻസ് കുറവ്. എന്ന് വെച്ചാൽ UP വിഭാഗം സ്കൂളിലാണല്ലോ പഠിക്കുന്ന, അറ്റൻഡൻസ് നോക്കിയിട്ട് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കണ. ഞാൻ മൊത്തം 100 ചോദ്യം ചോദിച്ചു. ഇത് ആകെ 30 ചോദ്യം ചോദിച്ചുള്ളൂ. ഇതൊക്കെ നമ്മുടെ കൈ കിട്ടണമായിരുന്നു. അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ. ഒലത്തും കലക്കൊന്ന് പറഞ്ഞതാ. വേണ്ട, ചോദിച്ച 30 ചോദ്യത്തിന് ഉത്തരം കിട്ടി. 100 എണ്ണം ചോദിച്ചിട്ട് അവര് മൈൻഡ് ചെയ്യാതിരിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് 30 ചോദ്യം ചോദിക്കുന്ന ഉത്തരവുള്ളത്. ഇവരെല്ലാം മഹിളകളായതുകൊണ്ടാണോ എന്നറിയില്ല, ചില ജ്വല്ലറിയുടെ പരസ്യവാചകം പോലെയാണ് ഇപ്പൊ 2 ഗവൺമെന്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെയാണല്ലോ മച്ചമ്പി. അതായത് പണിക്കുറവുമില്ല, പണിക്കൂലിയില്ല. സോറി, അറിഞ്ഞോണ്ടല്ല, മനഃപൂർവ്വല്ലേ. പണിക്ക് കുറവുണ്ടോ? ഇല്ല. എല്ലാ പണിയും ആശാവർക്കർമാർക്കുണ്ട്, അംഗനവാടി ടീച്ചർമാർക്കുണ്ട്, കർഷകർക്കുണ്ട്. എന്ത് പണി വന്നാലും ഇവർക്കുണ്ട്. കാര്യമായിട്ടാണ് പറഞ്ഞത്? തമാശക്കാണ്? കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത്. എന്നാ കൊള്ളാം. ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ലട്ടാ, പറഞ്ഞേക്കാം. എന്നാ പണിക്കൂലിയുണ്ടോ? അതും ഇല്ല. നാട്ടുകാരും വെറും മണ്ടന്മാരല്ലടാ. പൈസക്ക് ടൈറ്റ് വരുമ്പോ നമുക്ക് ഇഷ്ടം പോലെ കത്തിക്കാം, പറ്റിക്കാം. പൊട്ടന്മാർക്ക് മനസ്സിലാവില്ലേ? ഒരുമാതിരി ബൂർഷാ ടോണിൽ എന്നോട് സംസാരിക്കരുത്. അത് കിട്ടിയാ കിട്ടി, ഒത്താലൊത്തു. അപ്പം ഇവര് കേന്ദ്രം ഞെക്കി, കേരളം ഞെക്കി, കേരളം ഞെക്കി, കേന്ദ്രം ഞെക്കി, ഞെരിക്കുന്നു, അമർത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബ്യൂറോക്രസിയും ഉന്നതോദ്യോഗസ്ഥന്മാരുടെ ഹിപ്പോക്രസിയും കൂടി ആയപ്പോ വെള്ളവും കിട്ടില്ല, വെളിച്ചവും കിട്ടില്ല, ഉള്ളിയും കിട്ടില്ല, ഉള്ളക്കിഴങ്ങും കിട്ടില്ല, ഉപ്പും കിട്ടില്ല, ഒരു കോപ്പും കിട്ടില്ല. ഇനി മേലിത് ആവർത്തിക്കരുത്. എല്ലാവരും പോയിക്കോ. ചെല്ലേ, നീ പോയി കിടന്നോടാ. അല്ല, നിങ്ങളോട് ഇനി പ്രത്യേകിച്ച് പറയണോ? പോ കെടാ കെടാ കെടാ. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.